അമുസ്ലിം സഹോദരങ്ങളുടെ ചോദ്യം, നിങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്വർഗമുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ വായിച്ചോ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച്, സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞാൽ രണ്ടാമത്തെ അധ്യായത സൂറത്ത് ബഖറയാണ്. നരകവും സ്വർഗവുമാണ് തുടക്കം തന്നെ, അല്ലേ? നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഭഗവത്ഗീത 18 അധ്യായമാണ്. ഭഗവത്ഗീത ഭീഷ്മപർവം മുതലാണ് ആരംഭിക്കുന്നത്. മഹാഭാരതത്തിലെ ഭീഷ്മപർവം അഥവാ 25-ാം അധ്യായം, എന്നിട്ട് 42 വരെയുള്ള 18 അധ്യായം. കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, വിജ്ഞാനകാന്ഡം, ഓരോ കാണ്ഡത്തിൽ 6 അധ്യായം, 18 അധ്യായം, അല്ലേ? 3 18 700 ശ്ലോകം. അതിലെന്താ പറയണ നിങ്ങള്? അർജുനൻ യുദ്ധം ചെയ്യൂല എന്ന് പറഞ്ഞ്. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, നല്ലൊരു പോയിന്റാണ്, ശരിക്കും നോക്കിക്കോളെ. അർജുനൻ പറയാണ്, ദാ ഇവിടെ അശ്വത്ഥാമാവുണ്ട്, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണനുണ്ട്, ഭീഷ്മാചാര്യരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇവരോടൊന്നും ഞാൻ യുദ്ധം ചെയ്യില്ല. എനിക്ക് അങ്ങനെ യുദ്ധം ചെയ്തിട്ട് ഭൂമിയും വേണ്ട, സ്വത്തും വേണ്ട, അധികാരവും വേണ്ട എന്ന് ആര് പറയാണ്? അർജുനൻ പറയാണ്. അർജുനൻ പറയാണ്, ഞാൻ ഈ NIA എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി ഉണ്ടല്ലോ ഇന്ത്യയിൽ. അപ്പൊ അവരൊരിക്കല് എന്നെ കൊണ്ടുപോയി, ഒരിക്കലല്ല 8 പ്രാവശ്യം. അവസാനം ഓരൊക്കെ എന്റെ ആളായി തീർന്നു. അത് വേറെ വിഷയം, നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഒരിക്കലും കൊണ്ടുപോയപ്പോ എന്നോട് അവർ ചോദിക്കുകയാണ്, നിങ്ങൾ സ്വർഗത്തെ പറ്റി പ്രസംഗിച്ചിട്ട് ആളുകളെ തീവ്രവാദിയാക്കുന്നുണ്ട്, ഭീകരവാദിയാക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കേട്ടോ പറയുന്നത്. NIA ഒക്കെ കൊണ്ടുപോയാൽ ചെറിയ കാര്യമൊന്നുമല്ല. 8 മണിക്കൂറൊക്കെയാണ് അവിടെ ഇരുന്ന് കൊടുക്കേണ്ടത്. 8 മണിക്കൂർ ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ അതിനെ ഇരുന്ന് കൊടുക്കുമ്പോൾ അവർ ചോദിക്കണം, അല്ല സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ട് ജറൂർ ഉണ്ടാക്കി കുറെ ആളുകളെ രാജ്യത്തേക്ക് അങ്ങോട്ടയക്കുണ്ട്, ഇങ്ങോട്ടയക്കുണ്ട്, അങ്ങനെ ഉണ്ടായിക്കുണ്ട്. ഞാൻ ചോദിച്ചു, സാറ പേരെന്താ? എന്റെ പേര് പ്രവീൺ. ആഹാ, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തെ പറ്റി പറഞ്ഞ് വികാരം കൊള്ളിച്ച് യുദ്ധം ചെയ്യിപ്പിച്ച ആദ്യത്തെ ആള് ശ്രീകൃഷ്ണനാണ്. അപ്പൊ ഇയാളിന്റെ മുഖത്തേക്ക് നോക്കി, ഇനി എന്താ എങ്ങനെ പറയണത് ചോദിച്ചു. ഞാൻ സത്യ സാർ പറയണേ, നിങ്ങൾ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. എന്നാ ശരിക്കും വായിച്ചിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞ നിങ്ങൾ പറയും, എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ലോകവും വേണ്ട, ഭൂമിയും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞേ. അപ്പൊ അർജുനനെ കൊണ്ട് പിന്നെ യുദ്ധം ചെയ്യിപ്പിച്ചത് കൃഷ്ണനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആരെയും കൊല്ലൂല എന്ന് പറഞ്ഞപ്പോ, കൊന്നോ സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് കൃഷ്ണനല്ലേ. അവൻ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞതാ, നിങ്ങൾ എടുത്തോളൂ ഭഗവത്ഗീത, നെറ്റിൽ കയറിയിട്ട് എടുത്തോളൂ. അതിലെ 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം എങ്ങനെയാ അറിയോ തുടങ്ങുന്നത്? ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയാ. അതിന്റെ തുടക്കം തന്നെ ശ്രദ്ധിച്ചു നോക്കി നിങ്ങള്. ഹദോവ പ്രാപ്സസി സ്വർഗം, എങ്ങനെ? ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയാ. അർജുന, ഈ യുദ്ധത്ത് കൊല്ലപ്പെട്ട സ്വർഗത്ത് പോകാൻ. ഇനി ഒരു സഹാബി ഈത്തപ്പഴം എങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ കണ്ടപ്പോ ചോദിച്ചു, പ്രവാചക, ഞാൻ ഈത്തപ്പഴം തിന്നുന്നത്, കഴിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് ചെയ്ത് ഈ യുദ്ധത്ത് കൊല്ലപ്പെട്ടാൽ എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. ദഖലൽ ജന്ന പ്രാപ്സസി സ്വർഗം, അത് സംസ്കൃത. ദഖലൽ ജന്ന, അത് അറബിയാണ്. രണ്ടും ഒന്ന് തന്നെ. പ്രാപ്സസി സ്വർഗം ദഖലൽ ജന്ന, പ്രാപ്സസി സ്വർഗം ദഖലൽ ജന്ന. നോക്ക്, അവിടെ ശ്രീകൃഷ്ണൻ പറയാണ് സ്വർഗത്ത് പോകുന്നു, ഇവിടെ മുഹമ്മദ് നബി പറയാ സ്വർഗത്ത് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? ശ്രീകൃഷ്ണനെ കൂടെ നിർത്തിക്കളി. എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കൂടെ, നിങ്ങളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തില്ല, പിന്നെ ഏതാ ആൺകുട്ടിന്റെ കൂടെ നിന്നാ ഫോട്ടോ എടുക്കുക വെച്ചൊരു ഫോട്ടോ എടുത്തു. വിജയിച്ചില്ലേ? ഒറ്റ സിറ്റിംഗ് കൊണ്ട് വിജയിച്ച്. കേട്ടാ, ഒരു പേടിയും കൂസലും സത്യത്തിന്റെ ആളുകൾക്ക് ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ബോധ്യപ്പെട്ട 8 തവണ ലോകത്തൊരാളും കാണാത്ത വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന് ഒറ്റക്ക് അത് കൂട്ടി കൊണ്ടുപോവുക. ആ ആന്റി ടെററിസ്റ്റ് ഗ്രൂപ്പ് അത് പോവുക, അത് പോവുക തന്നെ. കുറെ തന്നെ കൊണ്ടുപോയപ്പോ ഒരു ചിരിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഉറങ്ങുന്നവർക്കത്ത് തോണ്ടി എണീച്ചിട്ട് മുസ്ലിങ്ങൾക്ക് തീവ്രവാദം പാടുള്ളൂ ചോദിച്ചാൽ ഇല്ല 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 എന്ന് പറയുന്ന ആളാണ് ഞാൻ. പിന്നെ എന്ത് തീവ്രവാദം, എന്ത് ഭീകരവാദം? ഒരു മുട്ടുസൂചി ജീവിതത്തിൽ ഇന്ന് വരെ വേറൊരുത്തനെ കുത്താന് പള്ളി ടൗസറിന് പോലും കുത്തിയിട്ടില്ല. അത് ആരാനെ കുത്തിപ്പോകുമെന്ന് വിചാരിച്ചിട്ട്. പിന്നല്ലേ ഇവര് ചെക്ക് ചെയ്യണ്, തുണികുപ്പായൊക്കെ കഴിച്ചടിപ്പിച്ചൊക്കെ ചെക്ക് ചെയ്ത് കാണും. മനസ്സിലായോ? ഇതൊക്കെ നടക്കുന്ന ഒരു ലോകത്ത് നിങ്ങളോട് ഞാൻ പറയാൻ, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, ശ്രീകൃഷ്ണൻ പഠിപ്പിച്ച ഈ സ്വർഗം നിങ്ങളെ നിങ്ങളുടെ സന്യാസിമാർ പഠിപ്പിക്കുന്നു.
ഇതാണ് എന്റെ ചോദ്യം. അത്ര എന്റെ ചോദ്യമുള്ളൂ. ഞങ്ങളാ പഠിപ്പിക്കുന്നത് നിങ്ങളെ. ആ സ്വർഗത്തെ കുറിച്ച് ഇന്നും വയലു പറയുന്നത് ഞങ്ങളാ. ആ സ്വർഗം ഉണ്ട് ഞങ്ങൾക്ക് ഉറപ്പാ. കാരണം ഭഗവത്ഗീതയിൽ ആ സ്വർഗമുണ്ട്, ബൈബിളിൽ യേശുക്രിസ്തു പറയാണ്, നിന്റെ കണ്ണ് പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് ദൂരെ കളയുക. കാരണം രണ്ട് കണ്ണുമായി നരകത്തിൽ പോകുന്നതിനേക്കാളും കണ്ണില്ലാത്തവനായി സ്വർഗത്തിൽ പോകലല്ലയോ നല്ലത്. നിന്റെ കൈ പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ നിന്റെ കൈ ഛേദിച്ചു കളയുക. രണ്ട് കൈകളുമായി നരകത്തിൽ പോകുന്നതിനേക്കാളും സ്വർഗത്തിൽ പോകലല്ലയോ നിനക്ക് നല്ലത്. ഇനി നരകണ്ടോ? 108 ഉപനിഷത്തുണ്ട്. എന്റെ വീട്ടിലുണ്ട്. എന്റെ കൂടൊപ്പം വന്നാൽ ഞാൻ കാണിച്ചിരുന്നു. 108 ഉപനിഷത്ത്, 4 ചതുർവേദം. ഹിന്ദുക്കളർക്ക് എല്ലാ പുസ്തകവും ഉണ്ട് എന്റെ വീട്ടിൽ. അത് വെക്കാൻ സ്ഥലമല്ല ഉണ്ടായി, അത്രയുണ്ട്. ഇത് വെറുതെ പറയല്ല, വായിച്ചു നോക്ക് നിങ്ങള്, അത്ഭുതപ്പെട്ടു. അപ്പൊ പിന്നെ തല്ലാനൊന്നും നേരം ഉണ്ടാവില്ല, കെട്ടിപ്പിടിക്കാൻ നേരം ഉണ്ടാവും, ഒന്നാകാനേ നേരം ഉണ്ടാവും. തല്ലൂല. പിന്നെ ബാബരി മസ്ജിദ് ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ രാമക്ഷേത്രം ഉണ്ടാക്കാനോ കെട്ടിപ്പടുക്കാനോ ഒറ്റ കുട്ടിയും വരൂല. വേദം പഠിച്ചാല്. വേദം പഠിക്കാത്തതെന്തോടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. രാഘവൻ നായർ ചോദിച്ചാ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരെന്താ മണിച്ചിത്രത്തായിട്ട് ഹൃദയത്തെ പൂട്ടിയിരിക്കുകയാണോ? എന്താ അവർ ചിന്തിക്കാത്തത്? അത്ര ചിന്തിക്കേണ്ട ഒരു വേദഗ്രന്ഥം. ഇനി നോക്ക് നിങ്ങള്, ഈശാവാസോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകം, അതിൽ നരകണ്ട് എന്നാ പറയുന്നത്. ആർക്കാ നരകം അതുകൂടി പറയാ. ആ ശ്ലോകം കേട്ടോ. അന്തം തമഃ പ്രവിശന്തിയേ സംഭൂജ്യമുപാസതേ തതോ ഭൂയൈവതേ യഹുസംഭൂദ്യാമ്രതഃ. ഈശാവാസോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോക. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പശുവിനെ ആരാധിക്കരുത്. എങ്ങനെ പശുവിനെ ആരാധിക്കരുത്? ഒരൊറ്റ ഹിന്ദുവിനറിയോ അതിന്റെ അർത്ഥം? പാമ്പിനെ ആരാധിക്കരുത്, ദേവനെ ആരാധിക്കരുത്, ദേവിയെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്. എത്ര കൃത്യം, എത്ര കൃത്യം! ഒരു സൃഷ്ടിയെയും ആരാധിക്കരുത്. അങ്ങനെ ആരാധിച്ചാലോ അന്തം തമഃ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തതോ ഭൂയൈവതേ യഹുസംഭൂദ്യാമ്രതഃ. സൃഷ്ടി പൂജ നടത്തിയാൽ അന്ധകാര നിവിഡമായ നരകത്ത് പോകുന്ന. അപ്പോ സൃഷ്ടി പൂജ പാടില്ല, ഖബർ ആരാധന പാടില്ല, ഖബറാളിയെ ആരാധിക്കാൻ പാടില്ല, ഒരു ജിന്നിനെയും മലക്കിനെയും ആരാധിക്കാൻ പാടില്ല. ലോകത്ത് മനുഷ്യനെ പഠിപ്പിച്ച തത്വമാണ്. ഏതെങ്കിലും ഒരു വേദഗ്രന്ഥമല്ല, എല്ലാ വേദവും. ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കൂ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കർതൃപാത് ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. എന്നിട്ട് പറയണം, ത്വമേകം ജഗത്കർതൃപാതൃ പ്രഹർതൃ ത്വമേകം വരം നിശ്ചലം നിർവികൽപ്പം. 5 തവണയാണ് ഏകൻ എന്ന് പറയുന്നത്. ഏകനായ റബ്ബിനോടാണ് പ്രാർത്ഥന. അതിന്റെ അർത്ഥം ഏകനായ റബ്ബിന്റെ മുമ്പിലാണ് നേർച്ച. ഹൈന്ദവ വേദഗ്രന്ഥത്ത് പോലുള്ളതാ. അല്ലാണ്ട് മൊയ്തീൻ ശൈഖനല്ല നേർച്ച, മമ്പർന്നങ്ങൾക്കല്ല നേർച്ച, ഉള്ളാളന്നങ്ങൾക്കല്ല നേർച്ച. അവരുടെ പേരിൽ നേർച്ച ശിർക്കാണ് എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. വേദഗ്രന്ഥം പോലും പഠിപ്പിച്ച അതാണ്, ബൈബിൾ പോലും പഠിപ്പിക്കുന്ന അതാണ്. പിന്നെന്ത് കേൾക്കണം നിങ്ങൾക്ക്? എന്നിട്ട് ഇത് പഠിപ്പിക്കാൻ ഇവിടെ ഉസ്താദുമാരുണ്ടോ? ഇല്ല. ഉസ്താദുമാര് പഠിപ്പിച്ച പോലെ അന്നം മുട്ടൂലേ? അന്നം മുട്ടും. നമ്മൾ അന്നം മുട്ടൂല. കാരണം കയ്യിൽ നോക്കുങ്ങള് അല്ല പാത്തരമാറ്റ തയമ്പാ പാടത്ത് പണിയെടുത്തതിന്റെ വന്ന് നോക്കിങ്ങള്, വന്ന് നോക്കി. അതുകൊണ്ട് ഒരാളെ പേടിയില്ല. എന്തിനു പേടിക്കണ്? 26 അധ്യായം 127, 145, 160, 180 വചനങ്ങളിൽ പറയാൻ ഇതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളോടൊന്നും ചോദിക്കുന്നില്ല, ഞങ്ങളുടെ പ്രതിഫലം പടച്ചോൻ തരും. അത് പറയാനുള്ള ചങ്കൂറ്റം ഞങ്ങൾക്കുണ്ട്. ഇത്തിരി പോന്നെ ഈ നിലമ്പൂരിൽ നിന്ന് കിട്ടുന്ന ഇത്തിരി പോന്ന തേനാണ് 3000 4000 വാങ്ങണതേ. ആ ബാക്കവിയൊക്കെ 3000 4000. എന്നിട്ട് കുട്ടി ഉണ്ടാവുന്നു. എന്നിട്ട് കൊടുക്കാൻ പാവപ്പെട്ട എന്റെ പ്രിയപ്പെട്ട APK സുന്നികളെ, നിങ്ങൾ മുജാഹിദായോ? നിങ്ങളൊരു ഉറുപ്പ്യം വാങ്ങാൻ ഒരു മൗലവ്യം വരില്ല. 10 ഉറുപ്പ്യ നിങ്ങൾക്ക് അങ്ങോട്ട് തരികയെന്നല്ലാതെ. എന്റെ ഒക്കെ ജീവിതാനുഭവം അതാ. 10 ഉറുപ്പ്യ അങ്ങോട്ട് കൊടുക്കേണ്ടി വരിക. ഇങ്ങോട്ട് വാങ്ങിക്കേണ്ട അവസ്ഥ അല്ല. അത് ഉണ്ടാവൂല ഒറിജിനൽ ഇസ്ലാം ആണെങ്കിൽ. അനങ്ങിയ പൊറാട്ട നിറഞ്ഞ മൈര്യ.